ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അമ്പൂരിയിലാണ്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇരപ്പൻകുഴി എന്നാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോവാം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ അമ്പൂരി ജംഗ്ഷനിൽ നിന്നും അണമുഖം പോകുന്ന റോഡ് വരുമ്പോൾ കാന്താരി വിള എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും. ഇവിടെ ഒരു ചെറിയ കുരിശടിയുണ്ട്. ഈ കുരിശടിയുടെ ഇവിടെ നിന്ന് താഴേക്കൊരു റോഡ് പോകുന്നുണ്ട്. ഈ വഴിയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ താഴേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് മനോഹരമായിട്ടുള്ള ആ സ്പോട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമുക്ക് താഴേക്ക് പോകാം. ഈ കാണുന്നില്ലേ, നമുക്ക് ഈ കാണുന്ന വഴിയാണ് താഴേക്ക് പോകേണ്ടത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ആ താഴത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ ഇരമ്പൽ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ചിലപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് ഇരപ്പൻകുഴി എന്ന് പറയുന്ന ആ പേര് വരാൻ കാരണവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി ഇറങ്ങി താഴേക്ക് ആ സ്പോട്ടിലോട്ട് പോകാം. ഈ പോകുന്ന വഴി ഒരു ചെറിയ വഴിയാണ്. അപ്പോൾ വരുന്നവർ സൂക്ഷിച്ച് തന്നെ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ആ സ്പോട്ടിലോട്ട് എത്തിച്ചേരാനായിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ മുന്നറിയിപ്പിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിനടുത്തേക്ക് പോവാം. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഉൾപ്പെടുന്ന വള്ളിയാർ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഈ കാണുന്ന ഈ വെള്ളച്ചാട്ടം. ഇതെല്ലാം നമ്മൾ നേരെ പോയി ചെന്നെത്തുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒഴുകി വരുന്ന വെള്ളം നേരെ വന്ന് പതിക്കുന്നത് ഒരു ചെറിയ കുഴിയിലാണ് കേട്ടോ. ഇതൊരു നല്ലൊരു കുഴിയാണ് ഇവിടെ. അപ്പോൾ മാക്സിമം ഇവിടെ വരുന്നവരൊക്കെ അതൊന്ന് സൂക്ഷിച്ച് തന്നെ അവിടെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. കാരണം ഇവിടെ ഒരു അല്പം നിരന്ന സ്ഥലം തന്നെയാണ് ഈ കാണുന്ന ഈ ഭാഗം. പക്ഷേ ഇവിടെ ഒരു നല്ല കുഴിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഒന്ന് സൂക്ഷിച്ച് മാത്രം ഇവിടെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. നമുക്കിപ്പോൾ ഈ കാണുന്നില്ലേ, ഇതെല്ലാം ഫുള്ള് പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും മാത്രമാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ആ നദിയൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ വരുന്നവരൊക്കെ മാക്സിമം ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.